ഞാൻ എന്റെ അച്ഛനെയും കൂട്ടി പെണ്ണ് കാണാൻ പോയ വയസ്സ് നിങ്ങൾ ആലോചിക്കണം. എത്ര വയസ്സിൽ ഞാൻ ഇവിടെ പെണ്ണ് കാണാൻ പോയി അറിയോ? 22-ാം വയസ്സിൽ ഞാൻ ഇവിടെ പെണ്ണ് കാണാൻ പോയി. കൃഷ്ണപ്പൻ ഒരു കൺവിൻസിങ് സ്റ്റാർ ആയിരുന്നു. കൃഷ്ണപ്പനൊക്കെ കൺവിൻസ് എന്റെ മോൻ തീയാവും, തകർക്കും, എല്ലാം സെറ്റ് എടുക്കും. ഹൈ ഗൈസ്, ഹലോ. നമ്മളെല്ലാ ഷോർട്സിനും താഴെ വരുന്ന ഒരു കോമൺ കമന്റ് ആണ് നിങ്ങളുടെ ലവ് സ്റ്റോറി. സോ ഞങ്ങൾ ലവ് സ്റ്റോറിക്ക് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. എങ്ങനെയാണ് ഞാൻ കൺമണിക്ക് ഓക്കെ പറഞ്ഞത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത്, വിശദമായി നോക്കാൻ പോകുന്നത്. ഇപ്പൊ പ്രേമിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കില്ലേ? യെസ്. സോ എല്ലാവരും ചോദിക്കുന്ന കാര്യം, നിങ്ങൾ എത്രാം ക്ലാസ് മുതലാണ് പ്രേമിച്ചു തുടങ്ങിയെന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ആക്ച്വലി സത്യം പറ, 5ാം ക്ലാസ് മുതൽ അല്ല, 5ാം ക്ലാസ് സത്യമാണ്. ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു 6 വർഷം ഒരുമിച്ച് ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച 2 കുട്ടികളാണ്. പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ ബന്ധമില്ല. ഞാൻ കണ്ടിട്ട് പോലും ഇല്ലേ കുട്ടിയെ. ശ്രദ്ധിക്കണം, ബോയ്സിനൊക്കെ ശ്രദ്ധിക്കാതെ എന്തിങ്ങനെ. ഞാനൊക്കെ എല്ലാ പെൺകുട്ടികളെയും ശ്രദ്ധിച്ച് വൃത്തിയായിട്ടാണ് 6 വർഷം ഇരുന്ന് പഠിച്ചത്. ഞങ്ങൾ 5ാം ക്ലാസ്സിൽ AUPS ചുങ്കവന്നം, അതായത് ചുങ്കവന്നം ചെങ്ങന്നൂർ സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങൾ 8ാം ക്ലാസ് മുതൽ CFD VHS വെട്ടിക്കാട് സ്കൂളിലാണ്. എല്ലാം രണ്ടും പാലക്കാടുള്ള സ്കൂളുകളാണ്. ഈ 2 സ്കൂളുകളിലാണ് ഞങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചല്ലേ. സോ ആ സമയത്ത് ഇവള് പറഞ്ഞ പോലെ തന്നെ പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇവളുമായിട്ട് എനിക്ക് പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. പല കുട്ടികളുമായിട്ടാണ് പ്രേമം പ്രേമിച്ചു നടക്കണം. ഇതൊക്കെ പ്രേമിച്ചു നടക്കേണ്ട കാര്യം, ഒരിക്കലൊക്കെ പ്രേമിച്ചോ. അപ്പൊ അതിനുശേഷം ആ സമയത്ത് നമുക്ക് പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിലെ ഒരു കുട്ടി എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഇവിടെ എന്നോട് സംസാരിക്കും, ഇവൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടെന്ന് സംശയമില്ലാതില്ല. അതിനുശേഷം അപ്പോഴൊന്നും പ്രേമിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ആ ഫോട്ടോസ് ഇടുന്നത്? നമ്മൾ അത്രയും വർഷം ഒരുമിച്ച് പഠിച്ച് പിന്നെ നമ്മള് കമ്മിറ്റഡ് ആയി മാരേജ് കഴിഞ്ഞു. അതിനൊക്കെ എന്റെ നല്ല ചീത്ത വിളിക്കും, നീ എന്തിനാ അതൊക്കെ ഇടുന്നത്, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. കാരണം കുറെ പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട്. തെറ്റിദ്ധരിക്കുന്ന മുഴുവൻ ഇവളുടെ നാട്ടുകാരാണ്. ഇവളുടെ നാട്ടുകാരുടെ ഇടയിൽ മുഴുവൻ ഞാൻ ഇവളുടെ 5ാം ക്ലാസ് മുതൽ ഞങ്ങൾ അഗാധമായ പ്രേമത്തിലാണെന്നൊക്കെയാണ്. സംഭവം അതൊന്നുമല്ല, റിയാലിറ്റി ഒക്കെ പറയാണ്. അതിനുശേഷം ഞാൻ ഡിഗ്രിക്ക് പോയി. ഡിഗ്രിയില്ല, ഞാൻ എഞ്ചിനീയറിംഗിന് പോയി. ഞാൻ ഡിഗ്രിക്ക് പോയി, മൈക്രോബയോളജിയാണ് പഠിച്ചിരുന്നത്. ഞാൻ പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് കോയമ്പത്തൂർ. ആ സമയത്തും ഞങ്ങൾക്ക് വലിയ കോൺടാക്ട് ഒന്നുമില്ല. വലിയ കോൺടാക്ട് അല്ല. ഞങ്ങൾ മുതൽ നമ്മൾ ഒട്ടും പരിചയമില്ലാത്ത 2 ആൾക്കാർ, 2 പേരും ഒരു ക്ലാസ്സിൽ പഠിച്ചു എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഒരു കോണ്ടാക്ട് ഇല്ലാത്ത 2 വ്യക്തികൾ മാത്രമാണ്. അതിനുശേഷം എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞില്ല, ഫൈനൽ എക്സാം, സെമിസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ബാങ്കിൽ വെച്ചിട്ടാണ് പിന്നെയും ഞങ്ങൾ കണ്ടുമുട്ടിയത്. ബാങ്കിൽ വെച്ച് പഴയ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, സ്കൂൾ മേറ്റിനെയൊക്കെ കണ്ടപ്പോൾ സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയല്ലേ എന്നുള്ള രീതിക്ക് ഞങ്ങൾ നമ്പർ ഓൾറെഡി എന്റെ കയ്യിൽ സേവ്ഡ് ആയിരുന്നു. ഗ്രൂപ്പിൽ നമ്മൾ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എന്തിനോ വേണ്ടി ഞാൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ നമ്പർ എന്തോ സേവ്ഡ് ആയിരുന്നു എന്റെ. പിന്നെ അതിനുശേഷം പിന്നെ കണ്ട അന്ന് മുതൽ എന്തോ ഞാനൊരു സ്റ്റാറ്റസ് ഇടുമ്പോ അങ്ങനെ എന്തോ റിപ്ലൈ തന്ന് പിന്നെ അങ്ങനെ മെസ്സേജ് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയാണ് ഫുള്ള്. പിന്നെ ഡെയിലി ഒരു മെസ്സേജ്, ചായ കുടിച്ചോ, ചോറുണ്ടോ, ഫുഡ് കഴിച്ചോ. പിന്നെ ആ മെസ്സേജ് കൂടി പിന്നെ 2 കൂടി ഒരുമിച്ച് PSC ഒക്കെ പഠിക്കാൻ തുടങ്ങി. ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരുമിച്ച് PSC പഠിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അമ്മ കേൾക്കണം, എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടീനെ വളയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഏകദേശം നമ്മൾ എപ്പോഴായിരുന്നു പറഞ്ഞത്? ഒരു 2019 നവംബർ. ഒരു വർഷം ഞങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് ഓർത്തേക്കുന്നു. 2019 നവംബർ. മക്കളല്ല, നിങ്ങൾ ആലോചിക്കണം, 2019 നവംബർ. അതിനുശേഷം സെറ്റായതിനു ശേഷം അപ്പോഴാണ് ഇവൾക്ക് ഇങ്ങനെ മൂർധന്യ അവസ്ഥയിൽ പെണ്ണുകളെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവളൊന്നും ഇല്ലാത്ത പെണ്ണുകളെ, ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ എന്തൊരു ഡിമാൻഡാണ്. എനിക്കാണ് ഒരു പണിയില്ല, ഒരു തൊഴിലില്ല, മിണ്ടാണ്ട് വീട്ടിലിരിക്കുവായിരുന്നു. ഇവർക്ക് നേവിക്കാർ പിന്നാരൊക്കെ വന്നു. കൺമണി സപ്ലൈകോ, റെയിൽവേ, നേവി, എല്ലാം നമ്മളങ്ങ് മൊട്ടക്കി സെറ്റാക്കി കൈ കൊടുത്തു. അതിനുശേഷം പിന്നെ ഇനി മുടക്കാൻ ആൾക്കാരില്ല. ഇനി മുടക്കി കഴിഞ്ഞാൽ തീരുമാനോ. അപ്പോ ഞാൻ എന്റെ അച്ഛനെയും കൂട്ടി പെണ്ണ് കാണാൻ പോയ വയസ്സ് നിങ്ങൾ ആലോചിക്കണം. എത്ര വയസ്സിലെ ഞാൻ ഇവിടെ പെണ്ണ് കാണാൻ പോയി അറിയോ? 22-ാം വയസ്സിൽ ഞാൻ ഇവിടെ പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് എനിക്കൊരു ജോലിയില്ല, പേരൊന്നുമില്ല. വീട്ടില് ഞാൻ കൃഷ്ണപ്പൻ അറിയില്ലേ? കൃഷ്ണപ്പനെയും കൂട്ടിട്ട് പെണ്ണ് കാണാൻ പോയി. ചേച്ചിയും ഭർത്താവും കൃഷ്ണപ്പനും ഞങ്ങൾ പെണ്ണ് കാണാൻ പോയിരിക്കും. പെണ്ണ് കാണാൻ പോയിട്ട് എന്താ പറയാ, 22 വയസ്സിലെ ചെക്കനായിട്ടുള്ളൂ, ജോലിയില്ല, പിന്നെ എങ്ങനെ കല്യാണം കഴിക്കുന്നു പറയും. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മളൊരു 25 വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം, അതിനുശേഷം കല്യാണം കഴിക്കാം അങ്ങനെ പറഞ്ഞിട്ട് എന്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് നിർത്തി. ഞങ്ങളൊരു കൃഷ്ണപ്പൻ ഒരു കൺവിൻസിങ് സ്റ്റാർ ആയിരുന്നു. കൃഷ്ണപ്പനൊക്കെ കൺവിൻസ് ചെയ്ത് എന്റെ മോൻ തീയാവും, തകർക്കും, എല്ലാം സെറ്റ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളാക്കി. എന്നിട്ട് 2020 പിന്നെ ആ ടൈമൊക്കെ കോവിഡ് ടൈമാണ്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പോഴാണ് യൂട്യൂബിലൊക്കെ ഞാൻ ക്ലാസ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ ആ യൂട്യൂബിലൊക്കെ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം. അല്ലാതെ പ്രത്യേകിച്ച് പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ആ ഫീൽഡിലൊക്കെ പുറത്തു പോകാനൊക്കെ, എബ്രോഡ് പോകാനൊക്കെ ഭയങ്കര, ഞാൻ പാസ്പോർട്ടും എല്ലാം എടുത്തിരിക്കുവായിരുന്നു. പക്ഷെ ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവക്ക് പറഞ്ഞിരിക്കുന്ന ചെക്കിന് പ്രത്യേകിച്ച് ജോലിയില്ല, ജോലിക്ക് ഒരു സാധ്യത ഇല്ലാത്തൊരവസ്ഥയായിരുന്നു.
ഉള്ളത് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക്. അതാണ് ആ കയ്യിലുള്ള ഒരു കാര്യം. പിന്നെ എന്റെ മാമനും അമ്മായൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവൻ നല്ല പഠിച്ച കുട്ടിയാണ്, അവൻ എന്തായാലും നാളെ രക്ഷപ്പെടും, അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം, അച്ഛനൊക്കെ അടിപൊളിയായിട്ട് കൂടെ നിൽക്കും. എന്നിട്ട് ഏകദേശം ഒരു 3 വർഷമൊക്കെ നമ്മൾ പിടിച്ചിരുന്നില്ല. 3 വർഷമൊക്കെ സുഖമായിട്ട് ഭയങ്കര ലൈസൻസ് കിട്ടിയ അവസ്ഥയായിരുന്നു. അതായത് ഓക്കെ ആയി, വീട്ടിൽ റെഡി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പുറത്തൊക്കെ പോകാൻ ഭയങ്കര പേടിക്കൊന്നും വേണ്ടല്ലോ. കല്യാണം ഉറപ്പിച്ചിരിക്കുവാണ്, രണ്ടാളും എപ്പോഴാണ് ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം കഴിക്കും എന്ന രീതിയിൽ ഭയങ്കര ഒരു 3 വർഷമൊക്കെ ഞങ്ങൾ ഫുൾ ജോളി ആയിട്ടിരുന്നത്. ജോളി മോഡൽ വീഡിയോ നമ്മൾ പക്ഷെ പ്രേമിച്ച് അങ്ങനെ കുറെ അങ്ങനെ വീട്ടുകാരെ പറ്റിച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മൾ പ്രേമിച്ച് പെട്ടെന്ന് തന്നെ വീട്ടുകാരെ അറിഞ്ഞു. ആള് ഭയങ്കര ജോലിയൊന്നും ഇല്ലെങ്കിലും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു വീട്ടിൽ വന്ന് എന്റെ അച്ഛനോട് കാര്യങ്ങൾ പറയാം. അപ്പൊ അച്ഛന് വലിയ സീനൊന്നുമില്ല. ആദ്യം കുറച്ച് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിലും പിന്നെ ആളൊക്കെ പതിയെ പതിയെ റെഡിയായി. അച്ഛനായിരുന്നു ഫുൾ കോൺഫിഡൻസ്. യെസ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ കല്യാണം 2025 നമ്മളെ എൻഗേജ്മെന്റ്, 2025 അല്ല 24 24 അതായത് ഏകദേശം ഒരു 25 വയസ്സാകുമ്പോൾ എൻഗേജ്മെന്റ് കഴിച്ചു. 25 വയസ്സിൽ എൻഗേജ്മെന്റ് കഴിച്ചു. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു. യെസ്. ഇതാണ് ഷോർട്ട് സ്പാനിൽ പറയാനുള്ളത്. പക്ഷെ ഇനീഷ്യലി ഒക്കെ ഭയങ്കര, അതായത് നിങ്ങൾക്ക് ഊഹിക്കാം, എല്ലാവരും ഇപ്പൊ ഈ വയസ്സിലൊക്കെ പ്രേമിച്ച് നടക്കുന്ന എല്ലാവർക്കും അറിയാം, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കരച്ചിൽ പിടിച്ചൽ ചിത്തവിളി ഓട്ടിച്ചുകൂടി ഇറക്കി വിടുന്നൊക്കെ പറയും. പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ സൈലത്തിലൊരു ജോബ് കിട്ടിയതുകൊണ്ട് ഭയങ്കര സേഫ് ആയി. പ്രത്യേകിച്ച് ആർക്കും നമ്മളെ ഒന്നും പറയാനൊന്നുമില്ല. ഇപ്പൊ എവിടെ പോയിട്ട് എന്നെ കുറിച്ച് ചോദിച്ചാലും കുറ്റം പറയുന്ന ആളുടെ മോൻ അല്ലെങ്കിൽ മോൾ എന്റെ ക്ലാസ് കാണുന്ന ആളാണ്. അപ്പൊ നിതിൻ സാറല്ലേ, അറിയാം സൈലത്തിലെ സാറല്ലേ. അപ്പൊ നെഗറ്റിവിറ്റി ഒന്നും അധികം സ്പ്രെഡ് ആയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും എന്റെ കൺവഴിയുടെ നാട്ടുകാരൊക്കെ പറയുന്നത് അവൾ എന്റെ കൂടെ ഒളിച്ചോടാൻ പോയി കാത്തിരുന്നവളാണ്, ഒളിച്ചോടി പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചാണെന്നൊക്കെ പറയുന്നത്. അത്രയും നല്ല പേരാണ്. അങ്ങനെ നല്ല പേരുള്ള കുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇവൾക്കൊരു ജീവിതം കൊടുത്തു എന്നാണ് ഞാൻ ചെയ്ത ഏറ്റവും വലുത്. പറയും എനിക്കറിയില്ല, നാട്ടുകാർ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതല്ല. പക്ഷെ ഇനീഷ്യലി ഉള്ള അതൊക്കെ മാറി. ഇപ്പൊ ഭയങ്കര ഇപ്പൊ അവളുടെ വീട്ടിൽ പോയാലും നമ്മളെ ഒരു മോനെ പോലെയൊക്കെ കാണുന്നു. അത് അറിയാലോ, അത്രയും അടിപൊളിയായി തന്നെ ട്രീറ്റ് ചെയ്യുന്നു. ഇനീഷ്യലി ഉള്ള അതൊക്കെ മാറി. ഇപ്പൊ ഭയങ്കര സൂപ്പറാണ്. സോ പ്രേമിച്ച് കല്യാണം കഴിച്ചതിന്റെ ആ ഒരു ഇതൊന്നും ഇല്ലാതെ, അതായത് അറേഞ്ച്ഡ് മാരേജിനേക്കാളും ബെറ്റർ ആയിട്ട് ഇവളിപ്പോഴും പറയും അമ്മയോടും പാരന്റ്സിനോടും, നിങ്ങളൊരു ചെക്കനെ കണ്ടുപിടിച്ച് ഈ ലെവൽ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ അതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ജീവിച്ച് കാണിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് കറന്റ്ലി, അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ നമ്മളിപ്പോ ഒരു പ്രേമിച്ച് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗ്ലിംഗ് ആണ്, വീട്ടുകാർക്ക് തന്നെ ഒരു ഡബിൾ തോട്ട് വരുവാണ്, എന്തിനാണ് കല്യാണം കഴിച്ചത്, നമ്മൾ പറഞ്ഞ ചെക്കനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് തോന്നി കഴിഞ്ഞു വെച്ചാൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ തോന്നാനുള്ള അവസരമേ ഇല്ല. അവിടെയുള്ള അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ആൾക്കാർ നമ്മളെ കുറിച്ച് പറയുവാണ്, ലൈക്ക് സാറിന്റെ ക്ലാസ് കാണാറുണ്ട്, സൈലത്തിലെ സാറല്ലേ മോളൊക്കെ ക്ലാസ് കാണാറുണ്ട്, ഫാനാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തന്നെ ഭയങ്കര പ്രൗഡാണോ. അവരിപ്പോ ഒരാളെ ചൂസ് ചെയ്തിട്ട് അറേഞ്ച് മാരേജ് ചെയ്തതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കല്യാണം ആ രീതിയിൽ തന്നെയാണല്ലേ, അതായത് അത്രയും അടിപൊളി ഗ്രാൻഡ് ആയിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ആരും കാണാത്ത ലെവലിലുള്ള ഒരു കില്ല് കല്യാണമാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. സോ എല്ലാം നമുക്ക് ഉഷാറാക്കി നടത്താൻ പറ്റി. ഇപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ പ്രേമിക്കുകയാണെങ്കിൽ എന്താ കൺമണി പറയാനുള്ളത്? എല്ലാരും ചോദിക്കുന്നത് ഇവക്കൊന്നും പറയാം, പ്രത്യേകിച്ച് ഞാനും അതാ ഒന്നും പറയരുത്. കാരണം സ്കൂൾ ലൈഫിലൊക്കെ പ്രേമിച്ച് നടന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മുടെ പഠിത്തത്തെ വലുതായിട്ട് ഇത് ബാധിക്കും. അതാണ് എനിക്ക് ആദ്യം ഒന്നാമത് പറയാനുള്ളത്. അതായത് നമ്മൾ ഇത് എല്ലാം വേണം, എല്ലാ കുരുത്തക്കേടും വേണം, പ്രേമിച്ച് നടക്കണം, ലൈക്ക് ക്രഷ് ഉണ്ടാവും, ഇതൊക്കെ സ്വാഭാവികം, നാച്ചുറൽ ആണ്, മനുഷ്യന്മാരാണ്. പക്ഷെ അതൊരിക്കലും നമ്മുടെ പഠിത്തത്തെ ബാധിച്ചു കഴിഞ്ഞു വെച്ചാൽ പിന്നെ എല്ലാം കൈവിട്ടു. കാരണം എല്ലാത്തിനും മുകളിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഒരു കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ വക പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞു വെച്ചാൽ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാവും, എല്ലാ രീതിയിലും സപ്പോർട്ട് ഉണ്ടാവും, ആരും നിങ്ങളെ ഒരു കാരണവശാലും കുറ്റം പറയില്ല. പക്ഷെ ഇതൊന്നുമില്ലാതെ ഞാൻ ഈ പറയുന്ന പ്രേമത്തിന്റെ പുറകിലാണ്, എന്റെ എഡ്യൂക്കേഷൻ മൊത്തത്തിൽ കൊളാപ്സ് ആയി, പഠിത്തം ശരിയല്ല, ഫാമിലി എന്നെ കൈവിട്ടു എന്നൊക്കെ ആവുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ട് വരിക. പക്ഷെ നിങ്ങൾ നല്ലൊരു ജോലി സെറ്റാക്കി, കരിയർ സെറ്റാണ്, എന്റെ ആളെ എനിക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുവാണെങ്കിൽ അത് നല്ലൊരു രീതിയിലോട്ട് പോകും. അല്ലെങ്കിൽ മൊത്തത്തിൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചീത്ത വിളിച്ചിട്ട് ശപിക്കും, അയ്യോ നീയൊന്നും ഒരിക്കലും വരില്ല എന്നൊക്കെ പറയും. സോ പ്രേമിക്കുന്നത് നല്ലതാണ്, പക്ഷെ നമ്മുടെ ഒരു കരിയർ സെറ്റ് ആക്കുക, ഫ്യൂച്ചർ സേഫ് ആക്കുക, എന്നിട്ട് ഈ പരിപാടിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവം ഉഷാറാവും അല്ലേ? വേറെ എന്തെങ്കിലും പറയണ്ട? ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ കുഞ്ഞു ലവ് സ്റ്റോറി. വലിയ നിങ്ങൾ വിചാരിക്കുന്ന ആ രീതിയിലൊന്നുമല്ല. ഒരു എത്ര വർഷം നമ്മൾ പ്രേമിച്ചു നടന്നു? ഒരു 6 വർഷം. നിയർലി 6 years. പ്രേമിച്ചു നടന്നു 4 വർഷം, ഇപ്പൊ മൊത്തത്തിൽ 6 വർഷം അത്രേ ആയിട്ടുള്ളൂ. ഷോർട്ട് ടൈം സ്പാനാണ്. നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വീഡിയോസ് ഒക്കെ ഞങ്ങൾ കുഞ്ഞു വയസ്സ് മുതൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വർഷത്തെ ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നത്, വേറെ ഒന്നുമല്ല. സോ നന്നായി പഠിക്കുക, കൂടെ എല്ലാ കാര്യങ്ങളും വേണം, മനുഷ്യന്മാരല്ലേ, തീർച്ചയായും നന്നായി പഠിക്കുക, കരിയർ ഒന്ന് സെറ്റ് ചെയ്യുക, അടിപൊളിയാക്കുക, ഓൾവേസ് സെറ്റ് ആവും. ഓൾ ദി ബെസ്റ്റ്.